ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇനി നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ്, ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ്. ദ യൂണിയൻ ലെജിസ്ലേച്ചർ, കേന്ദ്ര നിയമനിർമ്മാണ സഭ, ലോക്സഭ, രാജ്യസഭ, അതിൻ്റെ കോമ്പോസിഷൻ, പവർ, ഫങ്ഷൻ, അതേപോലെ ലോക്സഭ സ്പീക്കർ, ഇത്രയും കാര്യമാണ് അതിലാദ്യ യൂണിറ്റ്. അതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, പാർലമെൻ്ററി കമ്മിറ്റീസ്, പാർലമെൻ്ററി പ്രിവിലേജസ്, ഇത്രയുമാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. അതിൽ മൂന്നാമത്തെ യൂണിറ്റിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമനിർമ്മാണ സഭ, അതിൻ്റെ പവറും അതിൻ്റെ ഓർഗനൈസേഷനും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പറയാനുള്ളത്. അങ്ങനെ 3 യൂണിറ്റാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ ലെജിസ്ലേച്ചർ എന്ന ഭാഗത്ത് വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ദ യൂണിയൻ ലെജിസ്ലേച്ചർ, കേന്ദ്ര നിയമനിർമ്മാണ സഭ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. യൂണിയൻ ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 79 ഇന്ത്യൻ ലെജിസ്ലേച്ചറായ പാർലമെൻറ്റിനെ കുറിച്ച് പറയുന്നു. പാർലമെൻറ്റ് എന്നത് രാഷ്ട്രപതിയും 2 സഭകളും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പ്രസിഡൻറ്റും 2 സഭകളും ചേർന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പ്രസിഡൻറ്റ് പാർലമെൻറ്റിലെ അംഗമല്ല, പക്ഷേ പാർലമെൻറ്റിൻ്റെ ഭാഗമാണ്. അത് ഞാൻ പ്രസിഡൻറ്റ് പറയുമ്പോൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. പ്രസിഡൻറ്റ് പാർലമെൻറ്റിലെ നിയമങ്ങളിൽ അവസാനം ഒപ്പുവെക്കുന്നതും പാർലമെൻറ്റ് വിളിച്ചുകൂട്ടുന്നതും ലോക്സഭ പിരിച്ചുവിടുന്നതൊക്കെ പ്രസിഡൻ്റാണെന്ന് ഞാൻ പ്രസിഡൻറ്റിൻ്റെ അധികാരവും പവറും ഫങ്ഷൻസും ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. ഏതായാലും അതുകൊണ്ട് പ്രസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയില്ല, കാരണം മുമ്പ് പറഞ്ഞതുകൊണ്ട്. എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് എക്സിക്യൂട്ടീവിൻ്റെ തലവനായിട്ട് നമ്മൾ പ്രസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയില്ല. പാർലമെൻറ്റിൻ്റെ ഭാഗമാണ് പ്രസിഡൻറ്റ്, പക്ഷേ പാർലമെൻറ്റിലെ അംഗമല്ല എന്ന കാര്യം ഞാനിവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 സഭകളും ഇന്ത്യൻ പ്രസിഡൻറ്റും കൂടി ചേർന്നതാണ് പാർലമെൻറ്റ്. ആ 2 സഭകളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അത് രാജ്യസഭ. മറ്റൊന്ന് ഹൗസ് ഓഫ് ദി പീപ്പിൾ, അത് ലോക്സഭ. പാർലമെൻറ്റ് ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല സഭയാണ്. 2 സഭകളുണ്ട്, അതുകൊണ്ടാണ് ബൈക്യാമറൽ, ദ്വിമണ്ഡലം എന്ന് പറയുന്നത്. ഒന്ന് ഉപരിസഭയും ഒന്ന് അധോസഭയും. ഉപരിസഭയാണ് നമ്മൾ പറഞ്ഞ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യസഭ എന്ന് പറയുന്നത്. അധോസഭയാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ ലോക്സഭ എന്ന് പറയുന്നത്. ഏത് പേരിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ, ചോദ്യം വന്നാലും എഴുതാൻ സാധിക്കണം. കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും രാജ്യസഭയാണ്. അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാലും, ഉപരിസഭ അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാലും രാജ്യസഭയാണ്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് പറഞ്ഞാലും ലോക്സഭയാണ്. ലോവർ ഹൗസ് എന്ന് പറഞ്ഞാലും ലോക്സഭയാണ്. അപ്പോൾ ഏത് പേരിൽ ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കണം. പാർലമെൻറ്റിനെ കുറിച്ച് മൊത്തത്തിൽ ആദ്യം പറഞ്ഞിട്ട് ഓരോ സഭയെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. പാർലമെൻറ്റിലെ ഏത് സഭയിലെ അംഗങ്ങളെയും സാധാരണയായിട്ട് പാർലമെൻറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ MP-മാർ എന്നാണ് വിളിക്കുന്നത്. പാർലമെൻറ്റിലെ 2 സഭയിലെ അംഗമായാലും നമ്മൾ MP-മാർ, മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പാർലമെൻറ്റിന് എല്ലാ വർഷവും 3 സെഷനുകൾ എന്തായാലും ഉണ്ടാവും. ഒന്ന് ബജറ്റ് സെഷനാണ്, മറ്റൊന്ന് മൺസൂൺ സെഷനാണ്, മറ്റൊന്ന് ശീതകാല സെഷനാണ്. ബജറ്റ് സെഷൻ ഫെബ്രുവരി മുതൽ മെയ് വരെയും, അതുപോലെ മൺസൂൺ സെഷൻ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയും, ശീതകാല സെഷൻ നവംബർ ഡിസംബർ മാസങ്ങളിലുമാണ് നടക്കുക. ഇതാണ് പ്രധാനപ്പെട്ട 3 സെഷനുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 സെഷനുകളാണ് ഒരു വർഷത്തിൽ പാർലമെൻറ്റിൽ എന്തായാലും നടക്കുന്നത്. 2 സെഷനുകൾക്കിടയിൽ 6 മാസത്തിലധികം ദൂരം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ദ ഇന്റർവെൽ ബിറ്റ്വീൻ ദ 2 സെഷൻ ഓഫ് ദ പാർലമെൻറ്റ് ഈസ് 6 മന്ത് എന്നാണ്. 6 മാസമാണ് അതിൻ്റെ കാലയളവ്. ഏതായാലും ഇങ്ങനെ 3 പ്രാവശ്യം ഒരു വർഷത്തിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും 6 മാസത്തിനുള്ളിൽ മീറ്റിംഗ് സെഷന് നടക്കും. എന്തായാലും ഈ 3 സെഷൻ എന്തായാലും പാർലമെൻറ്റിൽ ഒരു വർഷത്തിൽ ഉണ്ടാവും.
പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാറുണ്ട്. ഏതായാലും ഈ 3 സെഷൻ പാർലമെൻറ്റിൽ എന്തായാലും ഉണ്ടാവും ഒരു വർഷത്തിൽ. ഇനി നമുക്ക് ആദ്യമായിട്ട് രാജ്യസഭയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി നോക്കുന്നത്. ലോക്സഭ നമ്മൾ അടുത്ത ഭാഗത്താണ് നോക്കുക. ഏതായാലും ആദ്യമായിട്ട് രാജ്യസഭ. യൂണിയൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമായതിനാൽ സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം നിലനിർത്തുന്നതിനാണ് പാർലമെന്റിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു സഭ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആയതിനാൽ ആ ഉപരിസഭയെ, അപ്പർ ഹൗസിനെ, ഇന്ത്യൻ യൂണിയന്റെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യ സഭയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ 28ഓളം സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ 28ഓളം സംസ്ഥാനങ്ങൾ കാലക്രമേണ കുറയുകയും കൂടുകയൊക്കെ ചെയ്യാം. എന്തായാലും സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഫെഡറൽ സിസ്റ്റമായിട്ടാണ് നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫെഡറൽ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുന്നതിനും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനും വേണ്ടിയാണ് ഈ രാജ്യസഭ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ രാജ്യോം കി സഭ എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. രാജ്യോം കി സഭ. രാജ്യോം കി സഭ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളുടെ, രാജ്യം നമ്മൾ ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ സഭയാണ് രാജ്യസഭ. മറ്റേത് ലോക്സഭയാണ്. അത് ലോകോം കി സഭ. ഹിന്ദിയിൽ ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സഭ. അത് ഞാൻ ലോക്സഭ പറയുമ്പോൾ വിശദമായി പറയാം. എന്തായാലും രാജ്യോം കി സഭയാണ് രാജ്യസഭ. നമ്മുടെ ഒരു ഫെഡറൽ രാജ്യമായതിനാൽ ആ ഫെഡറൽ സിസ്റ്റത്തെ നിലനിർത്തുന്നതിന്, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം പ്രാതിനിധ്യം നൽകുന്നതിനാണ് രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അപ്പർ ഹൗസ് പ്രവർത്തിക്കുന്നത്. രാജ്യസഭയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നത്. ഒരു സംസ്ഥാനത്ത് നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം സംസ്ഥാനത്തെ ജനസംഖ്യയെ ആശ്രയിച്ചായിരിക്കും. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് 9 അംഗങ്ങളാണുള്ളത്. അതേസമയത്ത് ഉത്തർപ്രദേശിൽ നിന്ന് 31 അംഗങ്ങളുണ്ട്. അതിനർത്ഥം കേരളത്തെക്കാൾ കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 31 അംഗങ്ങളാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. അതേസമയത്ത് കേരളത്തിൽ 9 ആണ് പോകുന്നത്. അതിനേക്കാൾ കുറഞ്ഞ സംസ്ഥാനങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ കേരളത്തെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യസഭയിലേക്ക് അംഗങ്ങൾ പോകുന്നത് അവിടെയുള്ള സംസ്ഥാനത്തെ ജനസംഖ്യയുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജ്യസഭയുടെ ഘടന എന്ന് പറയുന്നത്, രാജ്യസഭയിൽ പരമാവധി 250 വരെ അംഗങ്ങളാവാം. 250 സീറ്റ് വരെയാണ് രാജ്യസഭയിൽ നിലനിൽക്കുന്നത്. അതിൽ 238 അംഗങ്ങൾ സംസ്ഥാനങ്ങളുടെയും അതോടൊപ്പം ഡൽഹി, പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അവിടെ നിയമസഭയുണ്ട്, ആ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ നിയമസഭയുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നും ആനുപാതിക വോട്ടെടുപ്പ് അനുസരിച്ച് പരോക്ഷമായിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ടല്ല, അവിടെയുള്ള നിയമസഭയിലെ അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ബാക്കി 12 പേരും കൂടി ഉണ്ടാവും. ആ 12 പേരെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളാണ്. കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച എക്സ്പീരിയൻസ് ഉള്ള വലിയ വ്യക്തികളെയാണ് 12 പേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. നിലവിൽ രാജ്യസഭയിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് 245 അംഗങ്ങളാണ് നിലവിലുള്ളത്. 250 വരെ സീറ്റ് രാജ്യസഭയിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടെങ്കിലും അതിൽ 245 അംഗങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അത് കാലക്രമേണ ചിലപ്പോൾ കൂട്ടിയാലും 250-ൽ കൂടാൻ പാടില്ല. 250-ൽ കൂടണമെങ്കിൽ പിന്നെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിലവിൽ 245 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. അതിൽ 233 പേര് സംസ്ഥാനങ്ങളിലെയും ആ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലെജിസ്ലേച്ചറിൽ നിന്ന്, നിയമനിർമ്മാണ സഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുമായിരിക്കും. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയാണ് ഇനി നോക്കുന്നത്. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത് 30 വയസ്സ് പൂർത്തിയായിരിക്കണം. മൂന്നാമത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിൽ
നിലവിൽ ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുന്ന ആളാവരുത്. നാലാമത്തത്, ആ വ്യക്തി ഭ്രാന്തനോ പാപ്പരോ ഒന്നും ആവാൻ പാടില്ല. അഞ്ചാമത്തത്, പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമപ്രകാരം ഇന്ത്യയിലെ കോടതി അയോഗ്യനായി പ്രഖ്യാപിച്ച ആളാവാൻ പാടില്ല. ഇതൊക്കെയാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരാളുടെ യോഗ്യത. രാജ്യസഭയുടെ കാലാവധി ആണ് ഇനി നോക്കുന്നത്. രാജ്യസഭ ഒരു പെർമനന്റ് സഭയാണ്, അതൊരു സ്ഥിരം സഭയാണ്. ലോക്സഭയെ പോലെ രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റില്ല, അതൊരു പെർമനന്റ് സഭയാണ്. അതേസമയത്ത് അതിലൊരു അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. 6 വർഷമാണ് ഒരു അംഗത്തിന്റെ കാലാവധി. രാജ്യസഭ പിരിച്ചുവിടുന്നില്ല. അംഗങ്ങൾ 6 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാലാവധി പൂർത്തിയായി അവർ റിട്ടയർ ചെയ്യും. രാജ്യസഭയുടെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷവും അവരുടെ 6 വർഷം പൂർത്തിയാക്കി അവർ വിരമിക്കുന്നുണ്ട്. ആ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപ്പോൾ ഓരോ 2 വർഷത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയും വീണ്ടും അതിൽ 1/3 അംഗങ്ങൾ, ഒരു ഭാഗം അംഗങ്ങൾ വീണ്ടും അതിൽ 1/3 ഭാഗം അംഗങ്ങൾ വീണ്ടും അതിലേക്ക് കയറുകയും ചെയ്യും. ഇത് വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പം നമ്മളെ ഡിഗ്രി 3 കൊല്ലമാണല്ലോ കോളേജിലുണ്ടാവുക. അപ്പോൾ പക്ഷേ ബി എ സോഷ്യോളജി അല്ലെങ്കിൽ ബി എ ഹിസ്റ്ററി, ബി എ എക്കണോമിക്സ് ഒക്കെ പഠിക്കാമെന്ന ഒരു ബി എ കോളേജിൽ, ഈ കോളേജിലെ ബി എ ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിടുന്നില്ല. ബി എ ഡിപ്പാർട്ട്മെന്റ് 3 കൊല്ലം കഴിഞ്ഞാൽ പിരിച്ചുവിടില്ല. പക്ഷേ ഓരോ വർഷവും അതിൽ 1/3 ഭാഗം കുട്ടികൾ പഠനം പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് റിട്ടയർ ചെയ്യും. ആ ഒഴിവിലേക്ക് ഓരോ വർഷവും 1/3 ഭാഗം കുട്ടികൾ ഫസ്റ്റ് ഇയറിലേക്ക് കയറും ചെയ്യും. അപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുന്നത് 3 വർഷമാണ്. കോളേജിൽ ഒരു കുട്ടിക്ക് കിട്ടുന്നത് 3 വർഷമാണ്. ആ ഡിപ്പാർട്ട്മെന്റ് പക്ഷേ പിരിച്ചുവിടുന്നില്ല, ഒരു കുട്ടിക്ക് 3 വർഷം ലഭിക്കും. ഇതുപോലെയാണ് രാജ്യസഭയിൽ. രാജ്യസഭ പിരിച്ചുവിടുന്നില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും അതിൽ 1/3 ഭാഗം ആളുകൾ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും 1/3 ഭാഗം ആളുകൾ ആ ഒഴിവിലേക്ക് കയറുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങുന്ന ആളുകൾക്ക് വീണ്ടും മത്സരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ കയറാം. ഏതായാലും ഒരു ടേം എന്ന് പറയുന്നത് 6 വർഷമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക. ഇനി രാജ്യസഭയുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, നമ്മൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നതാണ് നിലവിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. പക്ഷെ അദ്ദേഹം രാജ്യസഭയിൽ അംഗമല്ല. ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ അംഗമല്ല. അതുകൊണ്ട് അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അദ്ദേഹം അംഗമല്ല, അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. രാജ്യസഭയുടെ യോഗങ്ങളിൽ അധ്യക്ഷ വഹിക്കുന്നതും രാജ്യസഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ആരാണോ ഉപരാഷ്ട്രപതിയാവുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുക എന്നതാണ്. ഉപരാഷ്ട്രപതി ഇല്ലാതിരിക്കുമ്പോൾ രാജ്യസഭയുടെ യോഗങ്ങളിൽ അതിന്റെ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും ആ യോഗങ്ങളെ നിയന്ത്രിക്കുന്നത്. രാജ്യസഭയിലെ ഒരു അംഗത്തെ അവരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്താണ് ഡെപ്യൂട്ടി ചെയർമാനാക്കുന്നത്. ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും അഭാവത്തിൽ സഭയുടെ അധ്യക്ഷത വഹിക്കുന്നതിനായി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യുന്ന വൈസ് ചെയർമാൻ പാനൽ എന്ന് വിളിക്കപ്പെടുന്ന അംഗങ്ങളുടെ ഒരു പാനൽ ഉണ്ടാവും രാജ്യസഭയിൽ. അവരായിരിക്കും ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും അഭാവത്തിൽ സഭയെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതായാലും ഇന്ത്യൻ പ്രസിഡന്റ്, അപ്പം നമ്മൾ ഏതായാലും രാജ്യസഭയുടെ അധ്യക്ഷ വഹിക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആരാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹമായിരിക്കും രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി രാജ്യസഭയിൽ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും. ഡെപ്യൂട്ടി ചെയർമാനെ രാജ്യസഭയിലെ അംഗങ്ങൾ തന്നെ അവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണ്.
ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലാതെ വരുമ്പോൾ സഭയെ നിയന്ത്രിക്കുന്നതിന് ഒരു ചെയർമാൻ പാനൽ തന്നെ ഉണ്ടാവും. ആ പാനൽ ചെയർമാൻ പാനൽ, വൈസ് ചെയർമാൻ പാനൽ എന്ന് പറയും. ആ വൈസ് ചെയർമാൻ പാനൽ എന്ന് പറയുന്നത് അവരിൽ നിന്ന് തന്നെ കുറച്ച് ആളുകളെ രാജ്യസഭയുടെ ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യുന്ന അവരിൽ നിന്ന് തന്നെയുള്ള അംഗങ്ങളെ ചേർത്തുകൊണ്ടാണ് ആ പാനൽ. അപ്പൊ ഇങ്ങനെയാണ് രാജ്യസഭയുടെ അധ്യക്ഷം വഹിക്കുന്ന ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഒക്കെ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് രാജ്യസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. ഒന്ന്, നിയമനിർമ്മാണ അധികാരം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലെജിസ്ലേറ്റീവ് അധികാരമാണ്. നമുക്കറിയാം, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു സഭയായ രാജ്യസഭയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ലെജിസ്ലേറ്റീവ് പവർ തന്നെയാണ്. സാധാരണ നിയമനിർമ്മാണത്തിൽ ലോക്സഭയ്ക്ക് തുല്യമായ അധികാരം രാജ്യസഭയ്ക്കും ഉണ്ട്. ഒരു സാധാരണ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച് തുടങ്ങാം. അവിടെ ആ ബില്ല് ചർച്ച ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് അയക്കാം. അപ്പോൾ ഒരു സാധാരണ ബില്ല് രാജ്യസഭയിലും അവതരിപ്പിച്ച് തുടങ്ങാം. ലോക്സഭയിൽ മാത്രം അവതരിപ്പിച്ച് തുടങ്ങാനോ അല്ലെങ്കിൽ രാജ്യസഭയിൽ മാത്രം അവതരിപ്പിച്ച് തുടങ്ങാനോ അങ്ങനെയൊന്നും നിയമമില്ല. ഒരു ബില്ല് ഏത് സഭയിലും അവതരിപ്പിച്ച് തുടങ്ങാം. അവിടെ ആ ബില്ല് ചർച്ച ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ മറ്റേ സഭയിലേക്ക് പോവുകയാണ് പതിവ്. ഒരു സാധാരണ ബില്ലിനെ ചൊല്ലി പാർലമെന്റിലെ ഇരു സഭകളും തമ്മിൽ സ്തംഭനാവസ്ഥയുണ്ടായാൽ, സംഘർഷം 6 മാസത്തേക്ക് പരിഹരിക്കപ്പെടാതെ തുടരുകയാണെങ്കിൽ ഈ സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിന് രാഷ്ട്രപതി ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കും. അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ നിയമനിർമ്മാണത്തിൽ ഈ 2 സഭയിൽ ഏതെങ്കിലും ഒരു സഭ പാസ്സാവാതിരുന്നു കഴിഞ്ഞാൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാം. സാധാരണ നിയമത്തിലാണ് കേട്ടോ, ഭരണഘടനാ ഭേദഗതി ബില്ലിലല്ല. സാധാരണ നിയമനിർമ്മാണ അധികാരത്തിൽ, നിയമനിർമ്മാണ ബില്ലിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സഭ പാസ്സാവാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോയിന്റ് സിറ്റിംഗ് വിളിക്കാം. ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ നിയമനിർമ്മാണത്തിൽ ലോക്സഭയ്ക്ക് തുല്യമായ അധികാരം രാജ്യസഭയ്ക്കും ഉണ്ട്. അങ്ങനെ ഒരു സഭയിൽ അവതരിപ്പിച്ചു തുടങ്ങാം, അവിടെ നിന്ന് പാസ്സായിട്ട് മറ്റേ സഭയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നിയമനിർമ്മാണ രംഗത്തുള്ള അധികാരമാണ് രാജ്യസഭയ്ക്ക്, വളരെ വിപുലമാണ് എന്നർത്ഥം. രണ്ടാമത്തത് സാമ്പത്തിക അധികാരമാണ്. സാമ്പത്തിക അധികാരം വളരെ കുറവാണ് രാജ്യസഭയ്ക്ക്. മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയുടെ അധികാരം പരിമിതമാണ്. ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് ലോക്സഭ പാസാക്കിയ ശേഷം അത് രാജ്യസഭയുടെ സമ്മതത്തിനോ ശുപാർശക്കോ വേണ്ടി കൈമാറുന്നു. അത്തരമൊരു ബില്ല് രാജ്യസഭ സ്വീകരിച്ച് 14 ദിവസത്തിനകം ലോക്സഭയിലേക്ക് തിരിച്ചയക്കണം. അതിനകം ലോക്സഭയിൽ തിരിച്ചയച്ചില്ലെങ്കിൽ ബില്ല് ഇരു സഭകളും പാസാക്കിയതായി ലോക്സഭ പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കാൻ ലോക്സഭയ്ക്ക് അധികാരമുണ്ട്. മണി ബില്ല് ഭേദഗതി ചെയ്യാൻ രാജ്യസഭയ്ക്ക് യാതൊരുവിധ അധികാരവും ഇല്ല. അതിനെന്തെങ്കിലും മാറ്റണമെങ്കിൽ ശുപാർശ ചെയ്യാൻ മാത്രമേ രാജ്യസഭയ്ക്ക് സാധിക്കുകയുള്ളൂ. രാജ്യസഭയുടെ ശുപാർശകൾ ലോക്സഭയ്ക്ക് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആവശ്യമാണെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ നിരസിക്കാൻ ഒക്കെ അധികാരം ലോക്സഭയ്ക്കാണ്. അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ രാജ്യസഭയുടെ അധികാരം ലോക്സഭയേക്കാൾ പരിമിതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ വർഷവും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് രാജ്യസഭയിലും അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജ്യസഭയ്ക്ക് ബജറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനും ബജറ്റിനെ വിമർശിക്കാനും ബജറ്റിനെ കുറിച്ചുള്ള അവലോകനം ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട്. അപ്പോൾ അതൊരു സാമ്പത്തിക അധികാരമായിട്ട് നമുക്ക് പൊതുവെ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തിക രംഗത്ത് പൊതുവെ അധികാരം രാജ്യസഭയ്ക്ക് കുറവാണ്. കാരണം രാജ്യത്തിന്റെ ഭരണരംഗത്തെ കാര്യങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൊതുവെ ലോക്സഭയ്ക്കാണ് അതിന്റെ കൂടുതൽ അധികാരമുള്ളത്. രാജ്യസഭയ്ക്ക് പൊതുവെ അധികാരം കുറവാണ്. എങ്കിലും ചില ബജറ്റിന്റെ കാര്യത്തിലേക്കുള്ള ചർച്ചകളിലുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ നോക്കുന്നത് എക്സിക്യൂട്ടീവ് അധികാരമാണ്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ രാജ്യസഭയ്ക്ക് പരിമിതമായ പങ്കാണ് ഉള്ളത്. എക്സിക്യൂട്ടീവ് അധികാരവും രാജ്യസഭയ്ക്ക് ലോക്സഭയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. മന്ത്രിമാരുടെ കൗൺസിലിന് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത്, രാജ്യസഭയോടല്ല. മന്ത്രിമാരുടെ കൗൺസിലിന് ലോക്സഭയോടാണ് ഉത്തരവാദിത്വം ഉള്ളത്. ലോക്സഭയിലാണ് അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത്. ആ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് തന്നെ താഴെ വീഴും. അത് പക്ഷെ ലോക്സഭയിലാണ് നടക്കുന്നത്, രാജ്യസഭയിൽ അത് നടക്കുന്നില്ല. രാജ്യസഭയോട് മന്ത്രിമാരുടെ കൗൺസിലാണല്ലോ രാജ്യം ഭരിക്കുന്നത്, അവർക്ക് കൂട്ടുത്തരവാദിത്വമില്ല. അത് ലോക്സഭയോടാണുള്ളത്.
പക്ഷേ രാജ്യസഭാ അംഗങ്ങൾക്ക് മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരങ്ങൾ ചോദിക്കാനും മന്ത്രിമാർ സ്വീകരിക്കുന്ന നയങ്ങളെ വിമർശിക്കാനും മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരെ പരിശോധിക്കാനും ഒക്കെയുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട്. ഇത് രാജ്യസഭയുടെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽപ്പെട്ടതാണ്. അതുപോലെ പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അത് രാജ്യസഭയിൽ നിന്നും ആവാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 10 വർഷം പ്രധാനമന്ത്രിയായതും 2 ടേമിലായിട്ട് 10 വർഷം പ്രധാനമന്ത്രിയായതും രാജ്യസഭയിലെ അംഗത്വം വെച്ചുകൊണ്ടാണ്. അപ്പോൾ രാജ്യസഭയിലെ അംഗമായാലും ഒരാൾക്ക് മന്ത്രിയാവാമെന്ന് നമ്മൾ മനസ്സിലാക്കണം, പ്രധാനമന്ത്രി വരെ ആകാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയത്ത് മന്ത്രിസഭയ്ക്ക് മൊത്തത്തിൽ കൂട്ടുത്തരവാദിത്തമുള്ളത് ലോക്സഭയോടാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെങ്കിൽ ഒരിക്കലും ഗവൺമെന്റ് മുന്നോട്ട് പോവില്ല, ആ നിമിഷം താഴ്വീയും. അപ്പോൾ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവായ ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതും ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതൊക്കെ ലോക്സഭയ്ക്കാണ് അതിന്റെ അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത്. മറ്റൊന്ന് ഭരണഘടനാ ഭേദഗതി അധികാരമാണ്. ഏത് ഭേദഗതി ബില്ലും പാർലമെന്റിന്റെ ഇരു സഭകളിലും അവതരിപ്പിക്കാവുന്നതാണ്. രാജ്യസഭ ആദ്യം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ലോക്സഭയുടെ അംഗീകാരത്തിനായിട്ട് വിടുന്നു. ലോക്സഭ അത് ആദ്യം പാസ്സാക്കുകയാണെങ്കിൽ അത് രാജ്യസഭയുടെ അംഗീകാരത്തിനായി വിടുന്നു. ഇരു സഭകളും ഭരണഘടനാ ഭേദഗതി ബില്ല് അംഗീകരിച്ചാലേ ആ ബില്ല് പാസ്സാവുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു സഭ ഭരണഘടനാ ഭേദഗതി ബില്ല് ആ ബില്ല് പാസ്സാവാതെ ഏതെങ്കിലും ഒരു സഭയിൽ പാസ്സാവാതിരുന്നു കഴിഞ്ഞാൽ ആ ബില്ല് ഒരിക്കലും പാസ്സാവുകയില്ല. അവിടെ ജോയിന്റ് സിറ്റിങ്ങും സാധ്യമല്ല. സാധാരണ ബില്ലിലാണ് ജോയിന്റ് സിറ്റിംഗ് പറ്റുക. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇരു സഭകളും വെവ്വേറെ പാസ്സായാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവുകയുള്ളൂ. അവിടെ ജോയിന്റ് സിറ്റിംഗ് സാധ്യമല്ല. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി അധികാരങ്ങളിൽ രാജ്യസഭയ്ക്ക് ലോക്സഭയുടെ അതേ അധികാരമുണ്ട്. ലോക്സഭയുടെ അതേ അധികാരം, തുല്യമായ അധികാരം ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് തെരഞ്ഞെടുപ്പ് അധികാരമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ രാജ്യസഭയുടെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാം. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ വോട്ടെടുപ്പിൽ ആ ഇലക്ടോറൽ കോളേജിലെ അംഗങ്ങളായതുകൊണ്ട് വോട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് രാജ്യസഭയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അതുപോലെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാം. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്കൊക്കെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. അതും നമ്മുടെ രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ പെട്ടതാണ്. അതുപോലെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതും രാജ്യസഭ വോട്ട് ചെയ്തിട്ടാണ്. അതും രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് അധികാരമാണ്. അങ്ങനെ ഇതെല്ലാമാണ് രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് അധികാരങ്ങൾ എന്ന് പറയുന്നത്. രാജ്യസഭയ്ക്ക് ചില ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. ചില നേരത്ത് രാജ്യസഭ ഒരു കോടതിയായിട്ട് മാറും. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന വിചാരണ നടപടിയിൽ ലോക്സഭയ്ക്കൊപ്പം രാജ്യസഭയും പങ്കെടുക്കുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒരു ജഡ്ജിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനുള്ള ഇംപീച്ച്മെന്റ് വിചാരണയും ലോക്സഭയ്ക്കൊപ്പം രാജ്യസഭയിലും അത് നടക്കുന്നു. അതുപോലെ ഉപരാഷ്ട്രപതിക്കെതിരായ കുറ്റം രാജ്യസഭയിൽ മാത്രമേ ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. അത് രാജ്യസഭയുടെ പ്രത്യേക ജുഡീഷ്യൽ അധികാരമാണ്. അതുപോലെ അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, UPSC ചെയർമാൻ, UPSC അംഗങ്ങൾ തുടങ്ങിയ ചില ഉന്നത ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയ്ക്ക് പാസ്സാക്കാവുന്നതാണ്. ഇതെല്ലാമാണ് രാജ്യസഭയുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ. ആ സമയത്ത് ഇത്തരം പ്രശ്നങ്ങളുള്ള സമയത്ത് ആർക്കെതിരെയെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ ഇത്തരം വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് ഹെഡുകൾക്ക് അവരുടെ പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉണ്ടായാൽ അവരെ വിചാരണ ചെയ്യുന്ന ഈ നടപടിക്രമങ്ങൾ ലോക്സഭയോടൊപ്പം രാജ്യസഭയിൽ നടക്കുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും രാജ്യസഭ ഒരു കോടതി വ്യവഹാരത്തിലേക്ക് മാറുകയും അന്നേരം ജുഡീഷ്യൽ അധികാരം ഈ രാജ്യസഭയ്ക്കും ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊന്ന്, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. രാജ്യസഭ ഒരു ഫെഡറൽ ചാമ്പർ എന്ന നിലയ്ക്ക് ഭരണഘടനയ്ക്ക് കീഴിൽ ചില പ്രത്യേക അധികാരങ്ങളും അവർ ആസ്വദിക്കുന്നുണ്ട്. ഒന്നാമത്തത്, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ രാജ്യസഭയുടെ 2/3 അംഗങ്ങളിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടെ ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്താൽ ദേശീയ താൽപര്യത്തിന് അത് ആവശ്യമോ ഉചിതമോ ആണ് എന്ന്
രാജ്യസഭ അങ്ങനെ പ്രമേയം പാസാക്കുകയാണെങ്കിൽ സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ, ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട ഒരു വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിനല്ല അധികാരമുള്ളത്, അത് സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരമുള്ളത്. പക്ഷേ അതിലേതെങ്കിലും ഒരു വിഷയത്തിൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാജ്യസഭയിൽ അതിന്റെ പ്രമേയം പാസാക്കണം. പ്രമേയം എന്തായിരിക്കും? ഇത് ദേശീയ താൽപര്യത്തിന് ആവശ്യമാണ്, ഉചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2/3 ഭൂരിപക്ഷത്തോടുകൂടി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവർ പ്രമേയം പാസാക്കുകയാണെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം? നിയമം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയത്തെക്കുറിച്ച് പാർലമെന്റിന്, കേന്ദ്ര പാർലമെന്റിന് നിയമം ഉണ്ടാക്കണമെങ്കിൽ രാജ്യസഭയുടെ ഈ ഒരു പ്രമേയം ഇങ്ങനെ പാസ്സായാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തിൽപ്പെട്ടതാണ്. മറ്റൊന്ന്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 312 അനുസരിച്ച് ദേശീയ താൽപര്യം കണക്കിലെടുത്ത് രാജ്യസഭയ്ക്ക് പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കാൻ സാധിക്കും. ഞാനത് നേരത്തെ സിവിൽ സർവീസ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 312 പ്രകാരം ദേശീയ താൽപര്യം കണക്കിലെടുത്തുകൊണ്ട് രാജ്യസഭയ്ക്ക് പുതിയ അഖിലേന്ത്യാ സർവീസ് ഏത് നിമിഷവും എന്താക്കാൻ സാധിക്കും? സൃഷ്ടിക്കാൻ സാധിക്കും. അതിലും ഈ ഹാജരാകുന്ന, വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പുതിയ ഒരു അഖിലേന്ത്യാ സർവീസ് സ്ഥാപിക്കാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പുതിയ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര ഗവൺമെന്റിന് തോന്നുകയാണ്, ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷത്തോടു കൂടി പ്രമേയം പാസ്സാക്കിയാൽ അതെന്ത് ചെയ്യാം? അങ്ങനെ ഉണ്ടാക്കാം, സൃഷ്ടിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352, 356, 360 എന്നിവ പ്രകാരം രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവ പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് രാഷ്ട്രപതിക്ക് അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. ഈ എല്ലാ അടിയന്തരാവസ്ഥകളും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പാർലമെന്റിലെ ഇരു സഭകളും അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പോയാൽ പോരാ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒരു കാലയളവിനുള്ളിൽ, നിശ്ചിത കാലയളവിനുള്ളിൽ, ഒരു 6 മാസത്തിനൊക്കെ ഉള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റ് ഇത് അംഗീകരിക്കണം. അങ്ങനെ പാർലമെന്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ അടിയന്തരാവസ്ഥ അവിടുന്ന് നീങ്ങിപ്പോവും. അതുകൊണ്ട് ഇത് പാർലമെന്റ് അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർലമെന്റിൽ ഇരു സഭകളും അംഗീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില സാഹചര്യത്തിൽ രാജ്യസഭയ്ക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക അധികാരമുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ തന്നെ, ഇന്ത്യ മുഴുവനും തന്നെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ, അല്ലെങ്കിൽ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥയോ പ്രഖ്യാപിച്ചൊരു സമയമാണെന്ന് വെക്കാം. ആ സമയത്ത് പക്ഷേ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞ് പിരിച്ചുവിട്ടു എന്ന് നമ്മൾ വെക്കാം. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെയോ ലോക്സഭയുടെ കാലാവധിയും പൂർത്തിയായി എന്ന് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് പാർലമെന്റ് അംഗീകരിക്കണമല്ലോ. ഈ പാർലമെന്റ് അംഗീകരിക്കണമെങ്കിൽ ലോക്സഭ പിരിച്ചും വിട്ടു, പിന്നെ രാജ്യസഭ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ഈ പ്രമേയം നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ രാജ്യസഭ പാസാക്കിയാൽ മതി. കാരണം ലോക്സഭ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് രാജ്യസഭ പാസാക്കിയാൽ തന്നെ ആ അടിയന്തരാവസ്ഥ നിലനിൽക്കും. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോക്സഭ ഇല്ലാത്ത സമയത്ത് ആ അടിയന്തരാവസ്ഥ അംഗീകരിക്കാനുള്ള പ്രത്യേക അധികാരം രാജ്യസഭയ്ക്കാണ്. ഇത്രയും കാര്യമാണ് രാജ്യസഭയുടെ അധികാരങ്ങളിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിലും പെട്ടത്. ഇനി നമുക്ക് ലോക്സഭയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.